all and welcome to Grand Magical Circus powered by Amrita Bindu. ഇവിടെ ഇന്നത്തെ നമ്മുടെ ഓഡിയൻസ് ഉഷാറല്ലേ? അടിപൊളി. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെയും ഹീറോ തന്നെയാണ് ഇന്നും നമ്മുടെ ഹീറോ, നമ്മുടെ സ്വന്തം മലയാളികൾ നെഞ്ചേറ്റിയ താരം ശ്രീ ബാല. ബാലചേട്ടാ, ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എം വെരി ഹാപ്പി. വളരെ വളരെ സന്തോഷമാണ് ഇത്രയും നല്ല ഒരു ഷോയില് പിന്നെയും വരുന്നത്. ഐ എം വെരി ഹാപ്പി. എനിക്ക് പെർഫോം ചെയ്യാൻ ഒരു അവസരം തരുമോ? തീർച്ചയായിട്ടും. ഈ എപ്പിസോഡ് തീരുന്നതിന് മുന്നേ ബാലചേട്ടന്റെ മാജിക് മെന്റലിസം ഒക്കെ ആയിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല, ഇവരൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര ഒരു ചാർജ് കയറിയിരിക്കുന്നു. യൂഷ്വലി നമ്മളൊരു ഷോയിൽ പോയി ചീഫ് ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയുക, എൻജോയ് ചെയ്യുക. പക്ഷേ ഇത് ഞാൻ അവർ ഉള്ളിൽ പോകുന്നു. ഐ എം ട്രാവലിംഗ് വിത്ത് ദം. സോ അത് ഒരു വലിയൊരു കലാകാരനുള്ള രീതിയിൽ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഷോ ബാലചേട്ടനെ പോലെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലചേട്ടൻ നമുക്കറിയാം നല്ലൊരു ആക്ടർ ഉള്ളതിലുപരി മാർഷ്യൽ ആർട്സ് ഉണ്ട്, അതുപോലെ ഇപ്പൊ മെന്റലിസം ഉണ്ട്, മാജിക് ഉണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഷോയും ഇവിടെ എല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് കൂടെ പഠിച്ചു കേട്ടോ. അത് നിങ്ങളെ കാണുമ്പോ പറയണ്ടേ? അത് വേണം. നിങ്ങളെ ഷോ കണ്ടിട്ടാണ്. ആണോ? ചുമ്മാ പറഞ്ഞതാ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് ഐറ്റംസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിനകത്ത് മാജിക് ഉണ്ട്, സർക്കസ് ഉണ്ട്, ബാലൻസിംഗ് ഉണ്ട്, പിന്നെ ഒരുപാട് ഡാൻസും തമാശകളും ഒക്കെ ഉണ്ട്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് മനസ്സിലാവും. വിവേകാനന്ദ. ഓക്കെ, ഇപ്പോ വിവേകാനന്ദ എന്നുള്ളൊരു വേർഡ് പറഞ്ഞാൽ മതി. നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ പ്രേക്ഷകർക്ക് അറിയാം ആരാണ്, എന്താണ് ഇവിടെ പെർഫോമൻസ് വരാൻ പോകുന്നതെന്ന്. കറക്റ്റ്? കുഞ്ഞു യോഗികളാണ് ഇനി വേദി കൈയടക്കാൻ എത്തുന്നത്. യോഗയുടെ ശക്തി കൊണ്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും യോഗയുടെ ശക്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. സ്വാഗതം ചെയ്യട്ടെ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു തിരുപ്പൂർ നിന്നും വിവേകാനന്ദ ടീം. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. Singer.
From Mumbai to Marina, Since leke Karina, सबके बीबी के bring. Hey, who is this? Hip hop Tamila. Welcome to Chennai, yenga puri yenga puri kulla naga daru maar first party yaar, apna superstar ne, kabhi dekhi yaar ne, Bharat yaar ne, English marathina, this is party. Tamil pada madana hai. Yenga kitta music kitta habla pura, English bass nalu Tamil enda. Are you ready? Bring that f***ing beat. ഈ അമ്മൂമ്മയുടെ ഒരു കൈക്ക് ചെറിയൊരു സ്വാധീനം കുറവുള്ളല്ലേ? അല്ലാതെ വലത്തെ കൈക്കല്ലേ അത്? അല്ലേ ഇടത്തെ കൈക്കല്ലേ അത്? ഇടത്തെ കൈക്കല്ലേ? ഇല്ലെന്നേ, അത് വലത്തെ കൈക്കാണ്. അല്ല അത് ഇടത്തെ കൈക്കാണല്ലേ? വലത്തെ കൈക്കാണ്. ഞാൻ എനിക്ക് നല്ല ഓർമ്മ. ഇടത്തെ കൈക്ക് കൈ പൊളിയ പാട്. വലത്തെ കൈയാ. കോയിൻ ഏതർ ഈ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഈ കയ്യിലുണ്ടാവും. ഞാനൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, അതിന് വേഗം ആൻസർ പറയണം. റാഖി ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ? റൈറ്റ് ഹാൻഡഡ് ആണ്. റാഖി റൈറ്റ് ഹാൻഡഡ് ആണെന്നാണ് പറയുന്നത്. வாசத்தில் மல்லி இவ உனக்காக மட்டும்தான் பூத்து நிற்ப. The Grand Magical Circus powered by Amrita Bindu. ചോർ ചോർ എവിടെ? ചോർ കള്ളനോ? കള്ളനോ? എവിടെ എവിടെ കള്ളൻ? ചോർ ചോർന്ന് ചേച്ചി തന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്? ചോറെന്ന് വെച്ചാൽ കള്ളനാണോ? ആ, ഞാൻ ഹിന്ദിയിൽ ചോറെന്ന് പറഞ്ഞ കള്ളനല്ലേ? നിന്നോട് ആര് പറഞ്ഞു ഹിന്ദി ചിന്തിക്കാൻ? എന്താ മലയാളത്തിൽ ചിന്തിച്ചുകൂടെ? ഞാൻ മലയാളത്തിൽ അരിയിട്ട് എന്താ ചോറിന്റെ കാര്യമാ പറഞ്ഞത്. ആ സൈസ് വിളിയായിരുന്നല്ലോ, ചോർ ചോർ. ഞാൻ നീട്ടി വിളിച്ചോണ്ട് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ താര. താരയോ? അല്ല, സിൽക്ക് സ്മിത. അല്ല, കൊച്ചിനെ പേരാ പറഞ്ഞത്, താരേന്ന്. എന്താ ഇവിടെ എന്താ? ഞാൻ ജയന്റെ ഭാര്യയാ. ജയന്റെ ഭാര്യയോ? ഏത് മറ്റേ സിനിമയിലെ പുള്ളി കല്യാണം കഴിച്ചില്ലല്ലോ? കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. സിനിമാ നടൻ ജയനെ മാത്രമേ അറിയത്തുള്ളൂ. അതിനുശേഷം ആർക്കും ജയനെന്ന് പേരിട്ടിട്ടില്ലല്ലോ. അത് സിസ്പാക്ക് ജയൻ, ഇത് അരിച്ചാക്ക് ജയൻ. ആ, ഓ, ഈ വീടിന്റെ ഒക്കെ മൂലയ്ക്ക് അമ്മിക്കല്ലും ഒരലും ഒക്കെ കൂട്ടിയിട്ടേക്കുന്ന പോലെ ഒരു 3-4 അടുക്കി ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ. അതിൽ ഒരെണ്ണത്തിന്റെ ഭാര്യയാണ് ഞാൻ. അത് നമ്മുടെ ഓർക്കസ്ട്ര, അങ്ങനെ പറയണം. ഓർക്കസ്ട്ര.
ഒരല്ലോ അമ്മയ്ക്കല്ലോ എന്താ ഉപയോഗമില്ലാത്ത കുറെ വസ്തുക്കള് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളു. ആ അത് ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസം നമ്മളെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ അയാളുടെ ഭാര്യയാണെന്ന് വിശ്വസിപ്പിച്ചു തരാം. എഴുന്നേക്കടോ, നടക്കടോ, മുന്നോട്ട് കിടക്കടോ, ഇടത്തോട്ട് പോടോ, വലത്തോട്ട് പോടോ. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വിശ്വസിപ്പിക്കാനാ? ഈ നിൽക്കുന്നതാണ് എന്റെ ഭർത്താവ് ജയൻ. വിശ്വാസായോ? ഇപ്പൊ വിശ്വാസമായി, നല്ല വിശ്വാസമായി. വീട്ടിൽ ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. വീട്ടിൽ അവസാന വാക്ക് എന്റെ ചേട്ടന്റെയാ അല്ലേ? അതേത് വാക്കാ ചേട്ടാ? നിന്റെ ഇഷ്ടം പോലെ ആയിക്കോന്ന്. അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ അവസാന വാക്ക് എന്റെയാ. ഈ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ അവസാന വാക്ക് എന്റെയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, ചോറ് കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി വേഗം ചോറ് കൊടുത്തിട്ട് പോണം. ഞങ്ങൾക്ക് അടുത്ത പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതാണ്. ഇവള് പുലിയാണ് കേട്ടാ, മിടിക്കുക. ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു ഒപ്പിച്ചു കളഞ്ഞ്. വില വിളിച്ചോണ്ട് കയറി പോച്ചെടുത്ത് വിചാരിച്ച പോലെ അല്ല കേട്ടോ. ചേച്ചിയാണ് പുലിയാണല്ലോ. എടി നീ എന്തോ ഈ കാണിച്ച ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കയറിയത്? അല്ലേല് നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ. 24 മണിക്കൂർ ഞാൻ നിന്നെ ആലോചിച്ചോണ്ടല്ലേ ഇരിക്കുന്നേ. ഇന്നലെ രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോലും ഞാൻ നിന്റെ കാര്യം ആലോചിച്ചു. എന്തോ ഏട്ടാ സ്വപ്നത്തിൽ ആലോചിച്ച? രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോഴേ ഭഗവാൻ കൃഷ്ണൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്ത് വേണോന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്റെ ഭാര്യ പൊന്നും ചക്കരക്കുടത്തിന് ഒരു ആപത്തും വരാതെ നോക്കിക്കോണേന്ന്. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? കുരിശിന്റെ കാര്യം എന്റെ കൂടെ പറയണ്ട, ക്രിസ്തുവിന്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. എന്റെ മനുഷ്യ, പഴം വിരിഞ്ഞ പോലെ അവിടെ കുത്തി ഇരിക്കാതെ വീട്ടിൽ നടക്കുന്ന സംഭവം ഒന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്തോ സംഭവം അവിടെ ഇപ്പൊ നടന്നത്? എന്റെ ഒരു പുന്നാരാങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളുടെ അളിയൻ, അവൻ അവിടെ വന്നേക്കുന്ന 5 സെന്റ് സ്ഥലം അവന്റെ പേരിൽ എഴുതി കൊടുക്കണമെന്ന്. എന്റെ ദൈവമേ, ഞാനും എന്റെ 3 പെമ്മക്കളും. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു നിങ്ങളാ തീരുമാനിക്കുന്ന, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന നിങ്ങളാണ്. നിങ്ങളോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. പാവോടി, നമുക്കങ്ങ് കൊടുത്തേക്കാം. പാവല്ലേ അവൻ. 10 സെന്റിൽ 5 സെന്റ് അവന് കൊടുത്തേക്കാം. പാവം അല്ലേ? ഇന്ന് ചോറ് പിടിക്ക്. ഇന്ന് നിങ്ങൾ ഈ ചോറുണ്ണു, നാളെ അവൻ അത് എഴുതി കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ പെലിച്ചോറ് കാക്ക ഉണ്ണു. അവൻ വന്ന് സ്ഥലം ചോദിക്കുമ്പോ നിങ്ങൾ കൊടുക്കുവോ? കൊടുക്കണ്ടേ? എന്തെന്ന് കൊടുത്താലോ? കൊടുത്തോ നിങ്ങൾ ഇടിച്ച് ഞാൻ കൊല്ലും. ഞാൻ കൊടുക്കരുത്. അതിനിപ്പോ എന്തോ ഒരു വഴി. അതിന് എടി, ഞാനോ നീയോ പറഞ്ഞ അവൻ കേക്കത്തില്ല. അവന് ലോകത്താകെ പേടിയുള്ളൂ ചത്തുപോയ അമ്മുമ്മയായിരുന്നു. അപ്പൊ ഒരു ഐഡിയ ഉണ്ട്. അവൻ വന്ന് പൊരേടം ചോദിക്കുമ്പോ നീ ചത്തുപോയ അമ്മുമ്മയുടെ പ്രേതം ദേഹത്ത് കയറിയ പോലെ നിന്നങ്ങ് ഉറഞ്ഞു തുള്ളണം. വേണ്ട, പാതിരാത്രി എന്റെ മുമ്പ് ഒരു തുള്ളല് തുള്ളൂലേ, അതുപോലെ മുടി അയച്ചിട്ട് അങ്ങ് തുള്ളിയാ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ചേട്ടന് വേറൊരു സംഭവം അറിയോ? ഞാൻ പഴയൊരു നാടക നടിയായിരുന്നു. ഞാനിത് അഭിനയിച്ച് തകർക്കും ചേട്ടാ. ചേട്ടൻ കണ്ടോ? അമ്മൂമ്മ അല്ല അപ്പൂപ്പൻ വരെ എന്റെ ദേഹത്ത് കയറും. എവളെന്നെ കൊണ്ട് ഈ തമ്പിന്ന് ലീവ് എടുപ്പിക്കും. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, അതങ്ങ് കലക്കി വെച്ചാ. ചേട്ടാ, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഈ വയറ് മാത്രമേ ഉള്ളതേ, പക്ഷെ ഈ വയറ് നിറയെ ബുദ്ധിയാണല്ലോ. അവിടെ പോയി നിങ്ങൾ വായിക്കേ. നടക്കട്ടെ ജോലി. ശരി, ഞാനിങ്ങനെ തകർക്കും. കലേഷേട്ടാ, ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ അടുത്ത പെർഫോമൻസ് ഏതാണ് വരാൻ? നമ്മുടെ കുടുംബാംഗമാണ്. ഓക്കെ, അദ്ദേഹം എന്തും ചെയ്യും. പറയും. ഷെറിൻ. അതെ, ഷെറിൻ ചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനും അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ബാലചേട്ടന്റെ 3-4 വർഷമായിട്ട് അറിയുന്ന ഒരാളാണ്. നമ്മുടെ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. സ്വാഗതം ചെയ്യുന്നു ഷെറിൻ.
ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഷെറിൻ ചേട്ടനെ നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ഓഡിയൻസിന് പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നമ്മുടെ സ്വന്തം, നമ്മുടെ ഈ വീട്ടിലെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. അത് മാത്രമല്ല, ഏകദേശം 4-5 വർഷമായിട്ട് ബാലചേട്ടനും ഷെറിനെ അറിയാം. അപ്പൊ പരിചയക്കാരാണ്, ഇന്ന് മുഴുവൻ പരിചയക്കാരാണ് അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു 4 വർഷം മുമ്പ് കണ്ട ഷെറിനല്ല ഇപ്പൊ നിൽക്കുന്നത്. അന്ന് എനിക്ക് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഷെറിൻ ഇസ് എ വെരി ഗുഡ് പെർഫോമർ, കുറേ നോളജ് ഉള്ള ഒരു പെർഫോമർ. പക്ഷേ അന്നൊക്കെ എവിടെയോ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടോ അല്ലേ, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് തുറന്ന് അങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അമൃത ടി വിയുടെ സ്റ്റേജിൽ ഞാൻ കാണുമ്പോൾ, ഈ ഫ്ലോറിൽ കാണുമ്പോൾ, യു ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഫുൾ കോൺഫിഡൻസ്. താങ്ക് യു സർ, താങ്ക് യു. അത് തന്നെ എനിക്ക് വലിയൊരു മാജിക് ആയിട്ട് തോന്നുന്നുണ്ട്, ആ ട്രാൻസ്ഫോർമേഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. Thank you so much once again. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് Powered by Amrita Bindu. കൈ ഇങ്ങനെ ക്രോസ് ചെയ്തു. സൈക്കോളജി പറയുന്നത് ദ ഗിൽറ്റി ഹാൻഡ് എന്ന് പറഞ്ഞാൽ കോയിൻ ഉള്ള ഹാൻഡ് ഓൾവേസ് ഗോ അണ്ടർ, താഴത്തേക്ക് പോകും. മേടിച്ചാൽ കൊടുത്ത ദോഷം വരും. അമ്മമ്മയ്ക്ക് തിരിച്ചടിക്കാം. കാരത്തിൽ ചില്ലീവാനി തൊട്ട മട്ടുണ്ട കരുമ്പാവ வாசத்தில் மல்லி இவ உனக்காக மட்டுந்தா பூத்து நிப்ப பஞ்சாபி பீஸாவ பாலக்காட் பாஸ்தாவ இட்டாலி இட்லி ஃபியூஷன் இவ
This is Grand Magical Circus powered by Amrita Bindu. ഇന്ന് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയിൽ എത്തിച്ചേരാൻ പോകുന്നത് ആരാണ്? പ്രവീൺ സാറാണ്, മിസ്റ്റർ വിൻ. അതെ, അദ്ദേഹം ഇന്ന് ഈ വേദിയിൽ എത്തുന്നത് മെന്റൽ മാജിക്കുമായിട്ടാണ്, മെന്റലിസം. അപ്പോ ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ വിൻ. Let's welcome Mr. Praveen sir. This is Grand Magical Circus powered by Amrita Bindu. ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് റാൻഡമായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ഹൈടെക് റാൻഡമൈസർ ഉണ്ട്. അതെന്താണെന്നറിയാവോ? ഈ പേപ്പർ ബോൾ. ഓക്കെ, ഇതാണ് എൻ്റെ ഹൈടെക് റാൻഡമൈസർ. ഇത് ഞാനിപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് എറിയും. ഇത് കിട്ടുന്ന ആൾ ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കൊച്ചുകുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു അഡൾട്ടിന് കൊടുക്കണം. ഓക്കെ, സോ ഞാൻ പ്രത്യേകിച്ച് ആരെയും നോക്കുന്നില്ല. ഐ ക്ലോസ് മൈ ഐസ്. ഓക്കെ, കൊച്ചു. ഓക്കെ ഓക്കെ, ആക്ഷൻ. പാസ് ചെയ്യ് ആർക്കെങ്കിലും കൊടുക്കുക, ഒരു അഡൾട്ട്. ഓക്കെ, അവിടെ. ഓക്കെ, ഫൈൻ. എന്താണ് പേര് കുട്ടിയുടെ? രാഖി. ഇരിക്കും രാഖി. ഇത് റാൻഡമായിട്ടാണ് രാഖി ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് അല്ലേ? കയ്യിൽ ഇപ്പോൾ ഒരു പേപ്പർ ബോൾ ഉണ്ട്. രാഖി, എനിക്കൊരു നമ്പർ തരണം ബിറ്റ്വീൻ 1 and 52. ഇഷ്ടമുള്ളൊരു നമ്പർ. 5ഓ? 1 and 52 അത്രയും റേഞ്ച് ഉണ്ട്. ബട്ട് 5 മതിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് വേറെ നമ്പർ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറയാം. 10. 5 കഴിഞ്ഞ് 10. ഓക്കെ, ഫൈൻ. കം അപ്പ് ഓൺ ദ സ്റ്റേജ്. ഗിവ് ഹർ എ റൗണ്ട് ഓഫ് അപ്ലോസ്. യാ, കം രാഖി. ഞാൻ ബിറ്റ്വീൻ 1 and ഇവിടെ സൈഡിൽ നിൽക്കുക. ഓക്കെ, ബിറ്റ്വീൻ 1 and 52 ഒരു നമ്പർ പറയാൻ കാര്യം എന്താണെന്ന് അറിയോ? എൻ്റെ കയ്യിൽ ഒരു ഡെക്ക് കാർഡ്സ് ഉണ്ട്. ഒരു ഡെക്കിൽ എത്ര കാർഡ്സ് ഉണ്ടെന്ന് അറിയോ? 52 ചീട്ടുണ്ട്. അതുകൊണ്ടാണ് ഗിവ് മി എ നമ്പർ ബിറ്റ്വീൻ 1 and 52 എന്ന് പറഞ്ഞത്. ബട്ട് ആദ്യം 5 പറഞ്ഞു, ആൻഡ് ദെൻ അത് മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് 10 പറഞ്ഞു. ഓക്കെ, സോ ഇതിൽ നമ്മൾ 10th കാർഡ് ഏതാണെന്നുള്ളത് എടുക്കാൻ പോവാം. ഓക്കെ, വി ഡോണ്ട് നീഡ് ദി കവർ, അല്ലെങ്കിൽ ഈ കവർ കയ്യിൽ വെച്ചോ. ഓക്കെ, I'll handle that. ഈ ഡെക്ക് കയ്യിൽ പിടിക്കുകയും ഞാനിത് ഷഫിൾ ചെയ്തിട്ടൊന്നുമില്ല. 10 കാർഡ്സ് എൻ്റെ കയ്യിൽ എണ്ണി വെക്കണം. ഐ വിൽ കൗണ്ട് ഇറ്റ് 1 by 1. മോളിൽ നിന്ന് ഓരോ കാർഡ് എൻ്റെ കയ്യിൽ എണ്ണി വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 10th കാർഡാണ് സെലക്ട് ചെയ്തത് അല്ലേ? അപ്പോൾ 10th കാർഡ് കയ്യിൽ വെച്ചോ. ഓക്കെ, ഇപ്പോൾ രാഖി അല്ലേ? രാഖി 9 എന്നുള്ള നമ്പറാണ് പറഞ്ഞിരുന്നെങ്കിൽ രാഖി ക്വീൻ ഓഫ് ഡയമണ്ട് ആയിരുന്നതിനെ സെലക്ട് ചെയ്തത്. കറക്റ്റ്. 11 ആണ് പറഞ്ഞിരുന്നെങ്കിൽ 8 ഓഫ് സ്പെയ്ഡ് ആയിരുന്നതിനെ സെലക്ട് ചെയ്തത്. ബട്ട് യു സെറ്റ് 10. ഓക്കെ, ആ 10th കാർഡ് എന്താണെന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ഇറ്റ്? 9 ഓഫ് ഹാർട്ട്സ്. 9 of hearts. കറക്റ്റ്. ഈ പേപ്പർ ബോളാണ് രാഖി അവിടുന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നത്. ഞാനത് കുറച്ചു നേരം പിടിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് ടൈം രാഖി ആ പേപ്പർ ബോൾ ഒന്ന് തുറക്ക്. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേഗം. ആൻഡ് അത് ശരിക്കും ഒന്ന് നിവർത്തി പിടിച്ചേ. ശരിക്കും ആ റിങ്കിൾസ് ഒക്കെ ഒന്ന് മാറ്റി നേരെ നിവർത്തി വെച്ച് അത് എന്താണ് എഴുതിയേക്കുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? വാട്ട് ഈസ് ഇറ്റ്? അത് ഓഡിയൻസിനെ കാണിക്ക്. ദാറ്റ് ഈസ് ദി 9 of hearts. രാഖി ഏതായാലും ബോൾഡായിട്ട് ഇവിടം വരെ വന്നു. സോ ഐ ആം ഗോയിങ് ടു ഹെൽപ്പ് യു മേക്ക് സം മണി. കുറച്ച് കാശ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ വാട്ട് ഡു വി ഹാവ്? വി ഹാവ് എ കോയിൻ. നമ്മുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളൊരു കളിയാണ്. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് പുറകിൽ വെച്ചിട്ട് ഏതെങ്കിലും കയ്യിൽ വെക്കുക, എന്നിട്ട് കൈ മുമ്പിൽ കൊണ്ടുവരും. ഞാൻ കണ്ടുപിടിക്കണം ഏത് കയ്യിലാണ് ഓബ്ജക്റ്റ്. ഓക്കെ, ഇതിന് നമുക്കൊരു ജഡ്ജിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. സോ കലേഷ്, can you be our judge? Sure, sir. Okay, give Kalesh a big round of applause. Come, Kalesh. ഇതൊരു വളരെ ഫെയർ ഗെയിമാണ്. ഞാനും രാഖിയും കൂടെ കളിക്കാൻ പോകുന്നത്. ഓക്കെ, രാഖി ഈസ് മൈൻഡ് ആൻഡ് മൈ മൈൻഡ്. അപ്പോൾ ഇത് മൈൻഡ് ഗെയിമാണ്. മൈ മൈൻഡ് അഗെയിൻസ്റ്റ് യുവർ മൈൻഡ്. ഓക്കെ ഓക്കെ, ഗെയിം ഈസ് സിമ്പിൾ അല്ലേ രാഖി? ഈ കോയിൻ എടുക്കുക, കൈ പുറയിൽ പിടിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള കയ്യിൽ വെക്കാം. ഈ ഗെയിമിൽ രാഖി ജയിക്കുകയും ഞാൻ തോക്കുകയും ചെയ്യുകയാണെങ്കിൽ രാഖിക്ക് നമുക്കൊരു സമ്മാനം കൊടുക്കും. ഉറപ്പായിട്ടും. ആൻഡ് ദാറ്റ് വിൽ ബി
2,000 rupees. Wow. Okay. So, Kalesh, you are the judge. അപ്പോൾ ഞാൻ കാശ് നേരെ ജഡ്ജിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഓടി പോകാനൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ബി കെയർഫുൾ. ഏത് കയ്യിലാണ് കോയിൻ എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാനത് തിരിച്ചെടുക്കും. ഞാൻ തെറ്റിപ്പോയാൽ റായിക്ക് കിട്ടി. ലക്കി അല്ലേ? അതെ. ഓക്കെ, സോ ഐ യു ഡൺ? രണ്ട് കൈയും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാം. യെസ്. ഓക്കെ, ലിറ്റിൽ എപ്പാർട്ട്, കുറച്ച് ഇങ്ങനെ എപ്പാർട്ട്, ഇങ്ങനെയല്ല, അടുപ്പിച്ചല്ല, ഇങ്ങനെ സെപ്പറേറ്റ് കുറച്ച് ഹൈറ്റിൽ. ഓക്കെ, നൗ റാഖി, കോയിൻ ഏതർ ഈ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ ഈ കയ്യിലുണ്ടാവും. ഞാനൊരു ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, അതിന് വേഗം ആൻസർ പറയണം. റാഖി ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ? റൈറ്റ് ഹാൻഡഡ് ആണ്. റാഖി റൈറ്റ് ഹാൻഡഡ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും കോയിൻ ഇരിക്കുന്നത്. Drop the coin. That's it. The coin is in the left hand. ഇത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ബേസിക് സൈക്കോളജിയാണ് അല്ലേ? ഒരു റൈറ്റ് ഹാൻഡഡ് പേഴ്സണെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഏതെങ്കിലും കയ്യിൽ ഒരു ഒബ്ജക്റ്റ് പിടിക്കുക, ദിസ് ഈസ് എ ഗെയിം എന്ന് പറയുമ്പോൾ ഏത് കയ്യിൽ പിടിക്കും? മറ്റേ കയ്യിൽ പിടിക്കും. അതൊരു സൈക്കോളജിയാണ്. ബട്ട് റാഖിക്ക് മനസ്സിലായി ഇപ്പം ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. സൈക്കോളജി മനസ്സിലായി. അപ്പോൾ ഈ 2,000 ഞാൻ തിരിച്ചെടുക്കാൻ പോവാം. അല്ല, വേണ്ട, ഒരു ചാൻസും കൂടെ കൊടുക്കാം. സോ വി വിൽ പ്ലേ ദ സെയിം ഗെയിം. And റാഖിക്ക് ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് we will double the price. Yeah. ഒരു 2,000 കൂടെ ആഡ് ചെയ്യാൻ പോവാം. Another 2,000. അപ്പോൾ റാഖി മനസ്സിലായല്ലോ, ഞാൻ തോറ്റാൽ you win 4,000 rupees. Okay, so ഇഷ്ടമുള്ള കയ്യിൽ അത് വെക്ക്. ഇടാൻ. Okay, hands forward, കുറച്ച് apart. Yes, now coin could be here or the coin could be there. പക്ഷെ ഞാൻ ഇപ്രാവശ്യം അത് കണ്ടുപിടിക്കാൻ പോകുന്നത് വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ്. ട്രൂത്ത് ലയർ ടെസ്റ്റ്. ഓക്കെ, റാഖി എന്നോട് എപ്പോഴും നുണ പറയണം എന്ന് എപ്പോഴും നുണയെന്നല്ല, ഏത് കയ്യിൽ കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാലും നോ എന്നുള്ള ആൻസർ എനിക്ക് പറയണം. അപ്പോൾ ഇതിൽ ഏതോ ഒരു കയ്യിൽ കോയിൻ ഉണ്ട്. ഞാൻ ഈ കയ്യിൽ കോയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഈ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാലും പറയും. അപ്പോൾ ഒരു പ്രാവശ്യം റാഖി പറയുന്ന ഉത്തരം കളവായിരിക്കും. ഒരു മനുഷ്യൻ കള്ളം പറയുമ്പോൾ നമുക്ക് നല്ല വിസിബിൾ സൈൻസ് കിട്ടും. അത് ഈ ബോഡി ലാംഗ്വേജിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ആ സൈൻസ് വേഗം മനസ്സിലാവും. ആ സൈൻ നോക്കി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് ഏത് കയ്യിലാണ് കോയിൻ. ഓക്കെ, സോ കോയിൻ ഇവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാം. കൈ ഇങ്ങനെ സെപ്പറേറ്റ് പിടിക്കാം. ഓക്കെ റാഖി, കോയിൻ റൈറ്റ് ഹാൻഡിലുണ്ടോ? നോ. ലെഫ്റ്റ് ഹാൻഡിലുണ്ടോ? റൈറ്റ് ഹാൻഡിലാണോ? ലെഫ്റ്റ് ഹാൻഡിലാണോ? ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ചെയ്തപ്പോൾ നോ പറയാൻ നേരത്തെ 2 പ്രാവശ്യം തല ഇങ്ങനെ ഷേക്ക് ചെയ്യും. ഓക്കെ, ബോഡി ലാംഗ്വേജ്, ഏതാ ആസിഫ് അവിടെ ഉണ്ട് എന്ന് അഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് ഒരു കള്ളം പറിച്ചില്ല എന്നാ എനിക്ക് തോന്നുന്നതാണ്. സോ ഈ 4,000 rupees കൊണ്ട് ഞാൻ പറയാണ്, കോയിൻ ഈസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ്, ഡ്രോപ്പ് ദ കോയിൻ. യാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. റാഖി ഞെട്ടിയോ? ഞെട്ടിയല്ലോ. അല്ല, പക്ഷെ എനിക്കൊരു വളരെ വലിയൊരു ആഗ്രഹമുണ്ട്, റാഖി ഷുഡ് വിൻ ദിസ്. ആണോ? അത് കാരണം വി വിൽ പ്ലേ ദിസ് ഗെയിം ഒരു പ്രാവശ്യം കൂടെ. ഒരു 2,000 കൂടെ സാർ തരും. നാളെ പിറന്നാളാണോ? ഓക്കെ, അപ്പോൾ 6,000 രൂപ. പക്ഷേ ജയിക്കണം. ജയിച്ചില്ലെങ്കിൽ വേറൊരു സമ്മാനമുണ്ട്, അത് ഞാൻ പറയാം. തോറ്റാൽ വേറൊരു സമ്മാനം കൊടുക്കും, ജയിക്കുമ്പോൾ ഈ സമ്മാനമാണ്. ഓക്കെ, 6,000 rupees. അതെ, ജഡ്ജിന്റെ കയ്യിലാണ്. ഞാൻ തോറ്റാൽ കൊടുക്കാം ഉറപ്പായിട്ടും. ഓക്കെ റാഖി, ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യണം. ഈ കോയിനൊരു ഹെഡ് ഉണ്ട്, ഈ സൈഡ് ടെയിൽ. അപ്പോൾ ദിസ് ഈസ് എ ഹെഡ്, ദാറ്റ് ഈസ് എ ടെയിൽ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കോയിൻ ബാക്കിൽ പിടിക്കുമ്പോൾ അതിങ്ങനെ സ്പിൻ ചെയ്യണം. അപ്പോൾ കയ്യിൽ വെച്ചാൽ ഹെഡാണോ ടെയിലാണോ കൈ തുറക്കുമ്പോൾ കാണുക എന്നുള്ളത് റാഖിക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ, എന്നിട്ട് ഇഷ്ടമുള്ള കയ്യിൽ പിടിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കയ്യിൽ വെക്കണം, അതിനു മുമ്പ് കോയിൻ സ്പിൻ ചെയ്യണം. ഓക്കെ, സോ യു ഡു ദാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് അല്ലേ? കാരണം ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഏത് കയ്യിൽ കോയിൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം, അത് ഒരു ടാസ്ക്. രണ്ടാമത് കൈ തുറക്കുമ്പോൾ കോയിൻ്റെ ഏത് സൈഡാണ് ഫേസപ്പ് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും ഞാൻ തോറ്റാൽ കലേഷ് എൻ്റെ 6,000 രൂപ ഒരു സമ്മാനമായിട്ട് റാഖിക്ക് കൊടുക്കുന്നതായിരിക്കും.
അതില് എന്റെ ഗുരുനാഥനാണെന്നൊന്നും ഞാൻ നോക്കില്ല, കൃത്യമായിട്ട് രാഖി കൊടുക്കുക. അഥവാ രാഖി ജയിച്ചു ഞാൻ തോക്കുകയാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ്, ഞാൻ ജയിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് അനദർ പ്രൈസ്. അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഡൺ. ബോത്ത് ദ ഹാൻഡ്സ് ഫോർവേഡ്, സ്ട്രെയിറ്റ്. ഓക്കെ, നൗ ദ കോയിൻ കുഡ് ബി ഹിയർ, ദ കോയിൻ കുഡ് ബി ദർ അല്ലേ. ഇവിടെ ഞാൻ വേറൊരു ടെസ്റ്റാണ് ചെയ്യാൻ പോണേ, ട്രൂത്ത് ലൈ അല്ല. ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ രാഖിയുടെ കൈ ക്ലോസ് ചെയ്യണം, ഒരു കൈ മറ്റേ കൈയുടെ മുകളിൽ വെക്കണം, ഇഷ്ടമുള്ളതുപോലെ. റെഡി? നൗ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്തു. സൈക്കോളജി പറയുന്നത് ദ ഗിൽറ്റി ഹാൻഡ് എന്ന് പറഞ്ഞാൽ കോയിനുള്ള ഹാൻഡ് ഓൾവേസ് ഗോ അണ്ടർ, താഴത്തേക്ക് പോകും, കാരണം അത് ഗിൽറ്റിയാ. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നു 6000 rupees വെച്ച് ഞാൻ പറയുന്നു കോയിൻ ഈ കയ്യിലില്ല. സോ അതിങ്ങനെ തുറന്ന് കാണിച്ച എല്ലാവരെയും, കോയിൻ അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു, പുതിയ ഹാൻഡ് ആവും. ഇനി ഈ കൈയാണുള്ളത്. ആ കയ്യിൽ കൈ തുറന്നാൽ ഏത് സൈഡാണ് ഫേസ് അപ്പ് എന്ന് രാഖിക്ക് അറിയോ? രാഖിക്കും അറിയില്ല, എനിക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല സാർ. അറിയില്ല. രാഖി ഒരു കാര്യം ചെയ്യും, ആ കോയിൻ കയ്യിൽ ഫ്ലാറ്റായി വെച്ചോണ്ട് മറ്റേ കൈ അതിൻ്റെ മുകളിൽ വെക്കുക. ഞാൻ നോക്കില്ല, വെച്ചോ. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റായിട്ട് പിടിക്കാം. ഞാൻ പറയുന്നു ഈ കൈ തുറക്കുമ്പോൾ ഹെഡ് ആയിരിക്കും, ഫേസ് അപ്പ് ആയിട്ടിരിക്കും. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ജഡ്ജ് 6000 rupees തന്നെ രാഖിക്ക് കൊടുക്കും. ഞാനാണ് പറഞ്ഞത് കറക്റ്റെങ്കിൽ യു റിട്ടേൺ ദ മണി ബാക്ക് ടു മീ. അപ്പോൾ ഓഡിയൻസിന്റെ എല്ലാവരുടെയും ആഗ്രഹം രാഖിക്ക് പൈസ കിട്ടണം, കലേഷിന്റെ ഉൾപ്പെടെ ആഗ്രഹം, അതാണ് എനിക്കറിയാം. പക്ഷേ ദിസ് ഈസ് എ മൈൻഡ് ഗെയിം അല്ലേ? അത് മാത്രമല്ല നാളെ രാഖിയുടെ ബർത്ത്ഡേ ആണ് സാർ. ഓക്കെ, ഇന്നിപ്പോ പറഞ്ഞു. ഓക്കെ, രാഖി കറക്റ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കട്ടെ. That is the head. ഒന്ന് ക്യാമറ കാണിച്ചു കൊടുക്കൂ രാഖി. Okay, that is the head. Yeah. So I'm going to take the coin out. പക്ഷേ രാഖിക്ക് നമ്മളൊരു സമ്മാനം പ്രോമിസ് ചെയ്തു. അതെന്താണെന്നറിയോ? A big round of applause from the audience for her. That is her gift. സർ, ഇനി എന്നാണ് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് വരുന്നത്? ഉടനടി പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. അല്ല, ഞാൻ കഴിഞ്ഞോട്ടെ, ഈ അമ്മൂമ്മയുടെ ഒരു കൈക്ക് ചെറിയൊരു സ്വാധീനം കുറവുള്ളല്ലേ? ഉണ്ടായിരുന്നു. അല്ല, അത് വലത്തെ കൈക്കല്ലേ അത്? അല്ലല്ലേ, ഇടത്തെ കൈക്കല്ലേ അത്? ഇടത്തെ കൈക്കല്ലേ? ഇല്ലെന്നേ, അത് വലത്തെ കൈക്കാണ്. അല്ല, അത് ഇടത്തെ കൈക്കാണല്ലേ? വലത്തെ കൈക്കാണ്. ഞാൻ എനിക്ക് നല്ല ഓർമ്മ. ഇടത്തെ കൈക്ക് കൈ പൊള്ളിയ പാട്. വലത്തെ കൈയാ. അയ്യോ, നീ വന്നാളിയാ അങ്ങനെ? എന്താ അളിയൻ ഈ എലിപ്പെട്ടിക്ക് കാറ്റടിച്ചോണ്ടിരിക്കുവാണോ? അത് എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. എന്തോന്ന്? ഈ എലിപ്പെട്ടിക്ക് ഇങ്ങനെ കാറ്റടിച്ചോണ്ടിരുന്ന എന്റെ കാര്യങ്ങൾ വല്ലതും നടക്കുവോ? എലിപ്പെട്ടിയാ? ഇതാ അളിയാ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഒരുമാതിരി മനുഷ്യനെ കളിയാക്കരുത്. ഇതെന്റെ ചോറ് അറിയാ? ഇതോ? ദൈവമേ, ഉച്ചക്ക് ചോറ് ഉണ്ണുന്നില്ല എന്ന് പറഞ്ഞ് ഈ സാധനമൊക്കെ എടുത്ത് ഉണ്ണാൻ പോവാണോ? എന്റെ അളിയാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം, എനിക്ക് അത്ര പറയാനുള്ളൂ. അയ്യോ, നിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ വില്ലേജ് ഓഫീസർ അല്ല, അതൊക്കെ ദൈവം തീരുമാനിക്കും. ഈ പുള്ളി എന്നതൊക്കെ പറഞ്ഞു. എടവേ, ഞാൻ വില്ലേജ് ഓഫീസറുടെ കാര്യമല്ല പറഞ്ഞേ. പിന്നെ എന്റെ അപ്പനും അമ്മ എനിക്ക് 5 സെന്റ് സ്ഥലം എഴുതി തന്നിട്ടുണ്ടോ? ഉണ്ട്. എന്റെ പെങ്ങളും അളിയനായ നിങ്ങൾ അത് രണ്ടും കൂടെ കൂട്ടി ചോദിച്ച് വെച്ചോണ്ടിരിക്കണോ? എനിക്ക് തരാത്തത് എന്താ? എന്റെ അളിയാ, അളി ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ അളിയന്റെ അളിയനാണോ? അവള് എന്റെ ഭാര്യ അളിയന്റെ പെങ്ങളാണോ? നോക്ക്, സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്ന മോശമാണ്. അല്ലാതെ ഭാര്യനെ പേടിയാന്നുള്ളവരെ സമ്മതിക്കരുത് കേട്ടോ. സമ്മതിക്കരുത്. അല്ല അളി അങ്ങനത്തെ വർത്താനം ഒന്നും പറയരുത്. അളിയന് എന്ത് കിട്ടിയില്ലെന്നാ ഈ പറയുന്നത്? എനിക്ക് എന്നാ കിട്ടിയതന്നെ? ഒന്നും കിട്ടിയില്ലേ? അമ്മാവൻ ചാവുന്നതിന് മുമ്പ് അളിയനൊന്നും തന്നില്ലേ? എന്റെ അളിയാ, മര്യാദക്ക് വെള്ളം കുടിക്കാനുള്ള വക തന്നിട്ടല്ലേ അമ്മാവൻ പോയത്? അയ്യോ, പുള്ളിയുടെ പറച്ചിൽ കേട്ടാത്തൊന്നും കൊക്കക്കോള കമ്പനി എന്റെ നേക്കൊക്കെ എഴുതി വെച്ചിട്ടാ പുള്ളി പോയെന്ന്. അല്ല, നിങ്ങൾ കേൾക്കണം, ഒരു പൊട്ടക്കുളം എനിക്ക് എഴുതി തന്നേച്ച് പോയാൽ അതിനകത്ത് ആരെങ്കിലും തലയും കുത്തി വീണ് കഴിഞ്ഞാൽ ഇവിടെ ചാവാ നേരത്ത് ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തുണ്ടോ കുടിക്കാൻ? ഓഹോ, ഉണ്ടോ? എങ്കിലൊരു കാര്യം ചെയ്യാം,
അളിയന് ഞാൻ സെക്രട്ടറിയേറ്റ് സ്വന്തമായിട്ട് അങ്ങ് എഴുതി തരാം, എടുത്തോ. വേണ്ട അളിയ, ഞാൻ ഉറങ്ങി കഴിയുമ്പോൾ സിന്താവിളി കേൾക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്കത് ഇഷ്ടപ്പെടില്ല. എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. പെങ്ങളളിയനെ ഞാൻ സ്റ്റേഷനിൽ കയറ്റി ഞാൻ പറഞ്ഞേക്കാം. അയ്യോ എന്റെ അളിയ ഒരു കാര്യം പറയട്ടെ അളിയ, ഞാൻ പറഞ്ഞ അവള് കേക്കൂല അളിയ. കേൾക്കണോ അളിയ? അളിയൻ പറഞ്ഞ കേൾക്കോളിയാ? ഇല്ലളിയ കേൾക്കും. ഇല്ലളിയ കേൾക്കും. ഇല്ലളിയ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളിപ്പോ ഇത് തരില്ല ഉറപ്പിച്ചല്ലോ. ഞാൻ ഇപ്പൊ എന്റെ 5 സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരുവാന്നിരിക്കട്ടെ. എനിക്ക് അപ്പൊ എനിക്ക് എന്നാ ഗുണം? തരികയാണെങ്കിൽ അളിയൻ എന്താണ് ഗുണമെന്ന്? അളിയൻ എനിക്കത് തരികയാണെങ്കിൽ എന്റെ പ്രാർത്ഥന എന്നും അളിയൻ ഉണ്ടാവും. അളിയാതെ, ഞാൻ അളിയന്റെ പ്രാർത്ഥനയും കൊണ്ട് റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ അരി കിട്ടില്ല, അടി കിട്ടും. നല്ല പുറം പോളൊക്കെ അടി. മനസ്സിലായ? അളിയനിത് പറയണം അളിയ, അളിയത് പറയണം. പിന്നെ അളിയ, എനിക്ക് പെമ്മക്കള് 3 അളിയ. നിങ്ങൾ രണ്ടും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് പെമ്മക്കൾ 3 എന്നോട് പറഞ്ഞിട്ട് എന്നെ കാര്യം? എന്റെ 5 സെന്റ് സ്ഥലത്തെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ 5 സെന്റ് സ്ഥലത്ത് ഞാൻ തൊടിക്കില്ല. അളിയ, പിന്നെ വേറൊരു കാര്യമുണ്ട്. വെല്ലവന്റെയും പറമ്പിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തരുത്. ഞങ്ങളെ വീട്ടിൽ ആരും പശുവിനെ വളർത്തുന്നില്ല, മൃഗങ്ങളില്ല. നിന്നെ 3 പിള്ളേരുടെ അവയെ പറഞ്ഞ മൃഗമെന്ന്. അളിയ, സ്വന്തം അളിയനെ മൃഗമെന്ന് വിളിക്കാമോ അളിയ? പിന്നെ ഈ മുഖത്ത് നോക്കി ഞാൻ എന്തെന്ന് വിളിക്കണം? അതും കൂടെ പറ. അത്രയ്ക്ക് വൃത്തിയിട്ടമോ? പിന്നെ അളിയ കണ്ണാടി നോക്കാറില്ലേ? ചേട്ടാ, ഇവന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം നമ്മൾ എഴുതി കൊടുക്കുന്നില്ലെന്ന് അവനോട് എന്ന് പറ. നിന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം ഞങ്ങൾ എഴുതി തരുന്നില്ല. ഞാനത് മേടിക്കാതെ പോകുകേല എന്ന് പറ. ഞാനത് മേടിക്കാതെ പോകുകയില്ല. എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടേ പോകത്തുള്ളൂ എന്ന് പറ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളെ രണ്ടുപേരെ മെസ്സേജ് പാസ് ചെയ്യാനേ ഞാൻ മൊബൈൽ ടവർ അല്ല. വേണമെങ്കിൽ അങ്ങോട്ട് പണഞ്ഞാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. മര്യാദക്കല്ലേ 2 എണ്ണത്തിന് ഞാൻ കച്ചേരി കയറ്റും. ആ കച്ചേരി അല്ലടാ, എനിക്ക് ഗാനമേളയാണ് ഇഷ്ടം. ഗാനമേളയോ? ആ ഗാനമേള ഇഷ്ടം. എടീ, ഞാനൊരു കാര്യം പറയാം, നീ എന്നെ കളിയാക്കരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമെന്നാ പറഞ്ഞേ. അയ്യോ, പോലീസ് സ്റ്റേഷനിൽ കയറ്റും. എടാ, എന്തൊക്കെ നീ പറഞ്ഞാലും 5 സെന്റ് സ്ഥലം, നിന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം എഴുതി തരത്തില്ല. തരില്ലേ? തരത്തില്ല. എന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലം നീ തരില്ലേ? തരില്ല. എനിക്ക് ഇത്രയും കേട്ടാ മതി. എടി, നീ ഇപ്പൊ ഈ പറഞ്ഞത് ഫുള്ള് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടുപോയിട്ട് നിന്നെ നിന്റെ കെട്ടുവനെ ഞാൻ ആഴി എണ്ണിക്കും. ആഴി. എന്റെ അടുത്ത കളി ഞാൻ ഭയങ്കര ടീമാന്ന് ഇവർക്ക് അറിയില്ല. മൊബൈല് വൈബ്രേറ്റർ അടിക്കണ ഇവള് കിടന്ന വൈബ്രേറ്റർ അടിക്കണേ. അയ്യോ, ബെന്നി വന്നു. ബെന്നിയോ? പോത്തെ ബെന്നി അല്ല, ജെന്നി. എന്തെങ്കിലും ആവട്ടെ, താക്കോൽ കൂട്ട് കൊടുത്ത് കൈ കൊടു. ഇനി എന്റെ ബൈക്കിന്റെ താക്കോലും കൂടെ കൊടുത്തിട്ട് വേണം അത് അവൾ അതുകൊണ്ട് പോവാൻ. എടാ, ജന്നി ഒന്നും വന്നല്ലടാ, നിന്റെ അമ്മൂമ്മ വന്നതാടാ. അമ്മൂമ്മ വന്നതാ. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് നീ 5 സെന്റ് സ്ഥലം എടുത്ത് മേടിക്കുവോടാ? മേടിക്കുവോടാ? അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, ഈ അമ്മൂമ്മയുടെ ഒരു കൈക്ക് ചെറിയൊരു സ്വാധീനം കുറവുള്ളല്ലേ? അല്ലാതെ വലത്തെ കൈക്കല്ലേ അത്? അല്ലല്ലേ, ഇടത്തെ കൈക്കല്ലേ അത്? ഇടത്തെ കൈക്കല്ലേ? ഇല്ലെന്നേ, അത് വലത്തെ കൈക്കാതെ. അല്ല, അത് ഇടത്തെ കൈക്കാണല്ലേ? വലത്തെ കൈക്കാതെ. ഞാൻ എനിക്ക് നല്ല ഓർമ്മ. ഇടത്തെ കൈക്ക് കൈ പൊളിയ പാട്. വലത്തെ കൈയാ. എനിക്കൊന്ന് ഫിഗർ പിടിക്കണം. ഫിഗർ പിടിക്കണം? ഏത് കൈക്കാടാ? എന്തിനാ ഇപ്പൊ തള്ള ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്റെ കൊച്ചിന്റെ 5 സെന്റ് സ്ഥലം നീ എഴുതി മേടിക്കരുത്. നീ മേടിക്കരുത്. ഞാൻ അങ്ങ് വന്നേക്കുന്ന എന്തിനാന്നറിയോ? എന്റെ കൊച്ചിനെ ദ്രോഹിക്കുന്ന കണ്ടാ ഞാൻ പറന്നു വരുവടാ. പറന്നു വരാൻ നീ എന്നടി റാണീച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അളിയനും പെങ്ങളും കൂടി സ്വസ്ഥതയല്ല. ഇപ്പൊ നരകത്തിൽ നിന്ന് കെട്ടിയെടുത്തേക്കണു എന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഞാൻ ഒറ്റ വെട്ടിയാൻ പറ്റാ അവിടെ അഭിനയം. ആന തല്ലിന്റെ കുഴപ്പം. ഇത്ര കുറ്റദോഷങ്ങളായ പെങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങളെ ഞാൻ തല്ലി കൊല്ലാതെ ഞാൻ അടിയാൻ പറ്റുന്നാണല്ലോ. ചെയ്യണേ തള്ളേനെ തിരിച്ചു തല്ലാനും പറ്റുള്ളൂ. ആയിക്കോ വന്നേ, എന്നൊരു കാര്യം ചെയ്യാം. ഹലോ അമ്മൂമ്മേ, ഞാൻ നിങ്ങളുടെ മോക്കടെ സ്ഥലം എഴുതി മേടിക്കണല്ല, ഞാൻ തിരിച്ചു കൊടുക്കുക. തരും. ഇത് വല്ലാത്ത കഷ്ടമായി പോയി. അതല്ലേ? സന്തോഷമായി. അമ്മൂമ്മക്ക് സന്തോഷമായടാ. എന്നാ ശരി, എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. പോയി തിന്ന്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ ഐഡിയ. അമ്മൂമ്മ തല്ലരുത് മോനെ, ഗുരുത്വദോഷം വരുവടാ. അമ്മൂമ്മ തല്ലരുതടാ. ഇത് സോമനല്ലടി, നിന്റെ കെട്ടിയോനാ. എനിക്ക് കെട്ടിയോന് കെട്ടിയോളത്തല്ല. അയ്യോ,
ഇതാരാ? അമ്മൂമ്മ പോയി. മുത്തച്ഛനാണ് മുത്തച്ഛൻ. അമ്മൂമ്മ പോയി. അമ്മൂമ്മ പോയോ? ആ, പക്ഷെ അമ്മൂമ്മ പോയി. അപ്പൂപ്പൻ തുടങ്ങിയിട്ടുള്ളടി. അയ്യോ. അഞ്ച് സെന്റ് നീ എടുത്തോ. അടിക്കരുത്. 5 സെന്റ് നീ എടുത്തോ. നീ വിളിക്കോടി. ഓടി. അയ്യോ, അപ്പൂപ്പ. ഓടി. അപ്പൂപ്പ. ഓടി. വെൽക്കം ബാക്ക് ടു ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് പവർഡ് ബൈ അമൃത ബിന്ദു. ബാലച്ചേട്ടാ, പ്രവീൺ സാറിന്റെ മാജിക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇൻട്രോയിൽ എല്ലാവരും ഇവിടെ ഇരുന്നവർക്ക് ചോദിക്കുക, ആ കൈയൊക്കെ ജഡ്ജ് ചെയ്ത് ബോഡി ലാംഗ്വേജിലാണ് ചെയ്തത്, പക്ഷെ അതെങ്ങനെ ഹെഡ്സിന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അത്ഭുതകരമായ കാര്യം. അതിപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ അത്ഭുതമായിട്ട് നിൽക്കുന്നു. ആണോ? ഒന്നുകൂടെ അത്ഭുതപ്പെടണോ നിങ്ങൾ? തീർച്ചയായിട്ടും. ആണോ? ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഒരു ലോകത്തിന് ചാലഞ്ച് ചെയ്ത ഒരാളുണ്ടായിരുന്നു, യൂറി ഗെല്ലറിനെ പറഞ്ഞിട്ട്. യൂറി ഗെല്ലർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറേ സൂപ്പർസ്റ്റീഷ്യസ് പവേഴ്സ് ഒക്കെ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഒരു എത്രയോ ഡെക്കേഡ്സ് ആളുകളെ പഠിച്ചതാണ്. ആക്ച്വലി അതല്ല സംഭവിച്ച് നമ്മുടെ ഒരു ഇല്യൂഷൻ ഉണ്ട്, ഒരു കാര്യമുണ്ട്. ബട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇപ്പം സീ ദിസ്, ചുമ്മാ ഞാൻ പറയാണ്, സീ ദിസ് പറയണത് പോലെ ഉണ്ട് അല്ലേ? അല്ലേ? നമ്മള് കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് പെണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പെണ്ണ് വെച്ച് നമ്മൾ ആക്കുന്നത് നമുക്ക് ഇല്യൂഷനാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ വരും, വന്നോളൂ, വാ വാ. See this. ഫീൽ ചെയ്യുന്നില്ലേ? ഒരു സെക്കൻഡ് ബാലച്ചേട്ടാ, ഒരു നോർമൽ സ്പൂണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സി, ആ ഒരു ഡിഫറൻസ് എല്ലാരും കണ്ടോ? ഇതിന്റെ ബെൻഡും നോർമൽ സ്പൂണും. ഏറ്റവും വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സ്പൂണ് ഒന്ന് ജസ്റ്റ് പിടിക്കൂ. ഇത് 2 കൈ കൊണ്ട് പോലും ബെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് തന്നെ പറ്റുന്നില്ല. കാരണം ഇത് നോർമൽ സ്പൂണിനേക്കാളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പൂണാണ്. ബാലച്ചേട്ടാ, ഹാറ്റ്സ് ഓഫ് ടു യു. ഇത് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന് നമ്മുടെ ബാലച്ചേട്ടൻ്റെ ഒരു വലിയ ഗിഫ്റ്റാണ്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ട് നേരിട്ട് കാണാൻ പറ്റിയതിൽ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. അത് മാത്രമല്ല, ഐ യൂസ് ടു ഡു ഇൻ വിത്ത് കോയിൻ ബെൻഡിങ് ചെയ്യാറുണ്ട്, മെറ്റൽ റോഡ്സ് ബെൻഡിങ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു പ്രിപ്പറേഷനില്ല. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്താ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സ്പൂൺ കൊടുത്തു, ഞാൻ സ്പൂൺ വിളച്ചു, അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ്? എന്താ പറയുന്നത്, സത്യം പറയുകയാണെങ്കിൽ എന്താ മനസ്സിൽ ഏതോ ഒരു ഭയങ്കര ഒരു സന്തോഷം. കാരണം ഈ ഷോ കണ്ടിട്ട് ഒരുപാട് പേര് അത്ഭുതപ്പെടാൻ പോകുന്നു, ചിരിക്കാൻ പോകുന്നു. ദേ ഗോയിങ് ടു എൻജോയ്. നമ്മൾ കാരണം 4 പേര് ചിരിക്കുവാണെങ്കിൽ, എല്ലാ കഷ്ടങ്ങളും മറന്നിട്ട് ചിരിക്കുവാണെങ്കിൽ അത് വലിയ ഒരു കാരണമല്ലേ? അതിന് ഞാനും ഒരു ചെറിയ ഒരു ഭാഗമായത് വലിയൊരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലായിരുന്നു, ഞാൻ പറഞ്ഞല്ലേ, ഒരു മാസത്തോളം ഡിസ്കഷനോട് നടക്കുകയാണ്. ആ ഡിസ്കഷൻ മുറിയിലിരുന്ന് എനിക്ക് തോന്നുന്നു ഒരു 4-5 പ്രാവശ്യം മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ആ മുറിയിലാണ് ഫുൾ കോൺസെൻട്രേഷൻ അവിടെയായിരുന്നത്. അപ്പോൾ ഏതോ ഒരു പ്രോഗ്രാമോ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തില്ല. പക്ഷേ എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. എന്നെ വിളിച്ചപ്പോൾ ഇത് എന്താ ഒരു മാജിക്കൽ ഷോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. സോ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി സെഡ് ഓക്കെ ഞാൻ വരാം, ഇവിടെ വന്ന് ഷൂട്ടിങ്ങിന് വരാൻ പറയും. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വെറും മാജിക് മാത്രമല്ല, മെൻ്റലിസം, പിന്നെ എന്താ പറയുക, കോമഡി സ്കിറ്റ്സ്, ഡാൻസ്, ചെറിയ കുട്ടികളൊക്കെ പെർഫോമൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ഷോ മുഴുവൻ തന്നെ ഒരു മാജിക്കാണ്. സോ അമൃത ടിവിക്ക് ഏറ്റവും വലിയ ഒരു നന്ദി പറയുന്നു ഞാൻ. ഇത്രയൊക്കെ സ്നേഹം നമുക്ക് തരുമ്പോൾ നമ്മൾ ഒരു ചെറിയ സ്നേഹം തിരിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് നമ്മുടെ പാർട്ടി ടൈം. അപ്പൊ ഇനിയൊന്നുമില്ല, ഇനി പാർട്ടി ടൈം മാത്രമേ ഉള്ളൂ. ഒരു മെമ്മറബിൾ ആയിട്ടൊരു ഓർമ്മ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൽ വന്നതിന് നമ്മൾ തിരിച്ചു തരുന്ന ഒരു നന്ദിയായിട്ട് കരുതിയാൽ മതി. Thanksgiving party. Yes, definitely. Let's party. Let's party. This is Grand Magical Circus. Powered by Amrita Bindu. Woo!
പാർട്ടി ടൈം. പെണ്ണായാൽ കണ്ണിലുണ്ട് താളം, പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സ് മറക്കും താളം, പെണ്ണോടിടയും മുളതപതാളം, തട്ട് താളം, മുത്തും മുത്തും മേളം, നോക്കി നിന്ന കയ്യും കാലും കൂട്ടിയേക്കും താളം, തട്ടും മുട്ടും മോഹം, മുത്തും തട്ടും ദാഹം, നോക്കി നിന്ന കണ്ണും കണ്ണും പിടിപിടും കാലം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം ദം ദം ദിം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം ദം ദം ദിം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം ദം ദം ദിം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം തറം ദം ദം, ദിബിദിബിദിത്തം ദം ദം ദിം ദം. Hip nadirada hip. അല്ല കുഞ്ഞെ സമയം എത്രയായി ഇപ്പോ? ഈ കൈ കിടക്കുന്ന വാഷിംഗ് മെഷീനാണ് വാച്ചല്ലേ? അല്ല മോനെ, ഇത് പഴയ പോലെ ഇപ്പൊ ഓടുന്നില്ല. എല്ലാ പ്രാവശ്യവും ഒരുപോലെ ഓടാ. ഇത് ഉസൈൻ ബോൾട്ട് ഒന്നും അല്ലല്ലോ. എന്റെ മാമനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ നീ അങ്ങ് കയറി പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളെ. ഇതെന്റെ മാമൻ അല്ലേ മാമ? ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാനെ കണ്ടപാടെ നാണം കൊണ്ടേ ഓ